ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ആശങ്കകൾ ധാരാളമാണ് ഓരോ മനുഷ്യനും. ആശങ്കകൾക്ക് പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ അത് ജീവിതത്തിൽ പ്രശ്നങ്ങളായി മാറുകയും ആ പ്രശ്നങ്ങൾ അസ്വസ്ഥത ഉണ്ടാക്കുകയും ജീവിതത്തിൻ്റെ സമാധാനം മൊത്തം നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. ഓരോ ഉത്കണ്ഠയെയും സമ്മർദ്ദത്തെയും പ്രാർത്ഥനയാക്കി മാറ്റുക എന്നതാണ് യഥാർത്ഥത്തിൽ ആശങ്കക്കുള്ള പരിഹാരം. എന്താണോ ആശങ്കിക്കുന്നത് ആ ആശങ്കിക്കുന്ന കാര്യത്തിൽ ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് എത്തിച്ചു തരുന്നവൻ, അതിന് തൗഫീക്ക് തരുന്നവൻ അള്ളാഹുവാണ്. ഈ ഒരു വികാരം മനസ്സിലുണ്ടെങ്കിൽ ഏറ്റവും അധികം അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുകയും അതിൻ്റെ കാരണത്തെ ചികിത്സിക്കുകയും ചെയ്യുന്നതിനപ്പുറം മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് കീഴ്പ്പെടാനുള്ള ഒരു കാരണമായി ഉത്കണ്ഠയെ കാണുകയും ഒന്ന് ഒതുങ്ങി നിന്ന് റബ്ബിനെ തൃപ്തിപ്പെട്ട ഒരു മാർഗത്തിലേക്ക് മാറി നിന്ന് ഈ പ്രശ്നം തീരണമെന്ന് ആഗ്രഹിച്ച് അള്ളാഹുവിനോട് റിക്വസ്റ്റ് ചെയ്ത് ദുആ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു നഷ്ടം ഉണ്ടാവില്ല. മറിച്ച് അവൻ ഉത്കണ്ഠയുള്ള ഏത് കാര്യമാണോ, ആശങ്കയുള്ള ഏത് കാര്യമാണോ, ആ ആശങ്കയിൽ നിന്നും മുക്തമാകുന്ന രൂപത്തിൽ അള്ളാഹു അവനെ സഹായിക്കുകയും ചെയ്യും. അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഏറ്റവും അടുത്ത സമയം ഏതാണ്? സുജൂദ് കിടക്കുന്ന സമയമാണ്. അപ്പോഴാണ് പ്രാർത്ഥിക്കാൻ കുറച്ചുകൂടി നല്ലത്. അതേപോലെ യാത്രയുടെ സമയത്ത് പ്രാർത്ഥിക്കാം, മാതാപിതാക്കളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാം. നോമ്പുകാരൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു ഹൃദയത്തിലുള്ളത് അറിയുന്നു എന്നൊരു വിചാരത്തിലേക്ക് നമ്മൾ എത്തണം. നമ്മളെ വിഷമവും നമ്മളെ പ്രയാസവും നമ്മളെ സന്തോഷവും നമ്മളെ പുരോഗതിയും നമുക്ക് കിട്ടുന്ന കാര്യങ്ങളും നമുക്ക് കിട്ടാത്ത കാര്യങ്ങളും എല്ലാം അറിയുന്നവനാണ് അള്ളാഹു. മഹാകാരുണ്യവാനാണ്, സ്നേഹനിധിയാണ്, കാര്യങ്ങളെ നിർണയിക്കുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്, എല്ലാറ്റിൻ്റെയും ഉടമസ്ഥൻ അവനാണ്. എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലം അള്ളാഹുവാണ്, മുസരിഫുൽ ആലം അള്ളാഹുവാണ്, ഈ ലോകത്തെ രൂപപ്പെടുത്തിയവൻ. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ ആ ആഗ്രഹിക്കുന്നത് അള്ളാഹു താലയോട് നേരിട്ട് ചോദിക്കുക. അള്ളാഹുവിനോട് ഒന്നും ചോദിക്കാത്തവരോട് കോപിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രാർത്ഥനയിൽ നമുക്ക് വലിയ റാഹത്ത്, ആശ്വാസം അല്ലെങ്കിൽ വിശ്രമം ലഭിക്കും. ഇസ്തിഗ്ഫാർ ധാരാളം നടത്തുക, അള്ളാഹുവിനെ സ്തുതിക്കുക, അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക, വ്യക്തമായ രൂപത്തിൽ ദുആ ചെയ്യുക. ദുആ സ്വീകരിക്കാൻ വേണ്ടി എന്താണോ ആവശ്യം ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒളുവെടുക്കുക, വേണമെങ്കിൽ 2 റക്അത്ത് നമസ്കരിക്കുക, ഖിബ്ലക്ക് മുന്നിട്ട് നിൽക്കുക, ഹറാമുകൾ കലരാത്തൊരു ജീവിതമാക്കി മാറ്റുക. ഇതൊക്കെ പ്രാർത്ഥന സ്വീകാര്യമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ദൂ റബ്ബക്കും തളർറുഅൻ വഖുഫിയ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. താഴ്മയോടുകൂടിയും രഹസ്യമായിക്കൊണ്ടും നിങ്ങളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുക. പരിധി വിട്ടു പോകരുത്. അള്ളാഹു പരിധി വിടുന്നവരെ ഇഷ്ടപ്പെടുകയില്ല. വല തുഫ്സിദു ഫിൽ അർദ് ബഅദ ഇസ്ലാഹിഹ വദഊഹു ഖൗഫൻ വതമഅ ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. ഭൂമിയിൽ നന്മ വരുത്തിയതിന് ശേഷം നിങ്ങൾ അവിടെ നാശമുണ്ടാക്കരുത്. ഭയപ്പാടോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും നിങ്ങൾ അവനെ വിളിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായും അള്ളാഹുവിൻ്റെ കാരുണ്യം സൽക്കർമ്മകാരികൾക്ക് സമീപസ്ഥമാകുന്നു. അപ്പോൾ പ്രാർത്ഥിക്കുക എന്നത് ആശങ്കക്കുള്ള ഒന്നാമത്തെ പരിഹാരമാണ്. ആശങ്കിച്ച കാര്യങ്ങൾ അള്ളാഹുവിനോട് തുറന്നു പറയുകയും അതിന് പരിഹാരത്തിനായി തൗഫീഖ് ഉണ്ടാകാൻ വേണ്ടി തേടുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.